ബീഹാറിൽ രാഷ്ട്രീയത്തിനുമപ്പുറം പുതിയ തന്ത്രം പരീക്ഷിക്കുകയാണ് ബി. ലക്ഷ്യം ഈ വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിനോട് തുടർച്ചയായി രണ്ടാം കേന്ദ്ര ബജറ്റിലും പ്രത്യേക മമതയാണ് കാണിച്ചിരിക്കുന്നത്. ബീഹാറിന് നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബജറ്റ് പ്രസംഗത്തിൽ 8 തവണയാണ് ബീഹാറിനെയും ബീഹാറിന്റെ മേഖലകളെയും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പരാമർശിച്ചത്. ബജറ്റ് അവതരണത്തിനായി ബീഹാറിന്റെ മധുബനി സിൽക്ക് കോട്ടൺ സാരി തെരഞ്ഞെടുത്തതിലും രാഷ്ട്രീയ സന്ദേശമുണ്ട്. ഉത്തരേന്ത്യക്കാരുടെ പ്രിയപ്പെട്ട ചെറുകടിയായ താമരവിത്ത് കർഷകർക്കായി ബീഹാറിൽ മഖാന ബോർഡ് രൂപീകരിക്കൽ, 4 പുതിയ വിമാനത്താവളങ്ങൾ, പട്ന വിമാനത്താവള വികസനം, ബഹ്ദയിൽ മറ്റൊരു വിമാനത്താവളം, പട്ന IIT വിപുലീകരണം, പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫുഡ് ടെക്നോളജി, ഓൺട്രപ്രണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് എന്നിവ സ്ഥാപിക്കൽ, മിഥിലാഞ്ചൽ മേഖലയിലെ വെസ്റ്റേൺ കോസി കനാൽ നിർമ്മാണം, ബീഹാറിലെ 50,000 ഹെക്ടറിലധികം ഭൂമി കൃഷി ചെയ്യുന്ന കർഷകർക്ക് സാമ്പത്തിക സഹായം തുടങ്ങിയവയാണ് ധനമന്ത്രി കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര ബജറ്റിൽ 58,900 കോടി രൂപയുടെ പ്രത്യേക പദ്ധതികളായിരുന്നു ബീഹാറിന് പ്രഖ്യാപിച്ചത്. ബീഹാറിലെ റോഡ് പദ്ധതികൾക്കായി 2024 ബജറ്റിൽ കേന്ദ്രം 26,000 കോടി രൂപയും പ്രഖ്യാപിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്നതിനെ തുടർന്നാണ് മൂന്നാം നരേന്ദ്രമോദി സർക്കാരിന്റെ രൂപീകരണത്തിന് നിർണായക സഹായം നൽകിയ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനും 2024 കേന്ദ്ര ബജറ്റിൽ കൈയഴിച്ച് സമ്മാനങ്ങൾ നൽകിയത്. എന്നാൽ ഇത്തവണ ആന്ധ്രാപ്രദേശിന് പ്രത്യേക പരിഗണന ഉണ്ടായില്ല. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബറിൽ നടക്കും. ബുധനാഴ്ച വോട്ടെടുപ്പ് നടക്കുന്ന ഡൽഹിയിലെ വോട്ടർമാരിൽ വലിയ വിഭാഗമുള്ള ശമ്പളക്കാരായ മധ്യവർഗത്തെ പ്രീതിപ്പെടുത്താനാണ് 12 ലക്ഷം രൂപ വരെ ആദായ നികുതിയിൽ ഒഴിവാക്കിയത്. ബീഹാറിലെ പ്രശസ്തമായ മധുബനി ആർട്സ് വർക്കിൽ പ്രിന്റ് ചെയ്ത കോട്ടൺ സിൽക്ക് സാരി ധരിച്ചുകൊണ്ടാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരിപ്പിക്കാനെത്തിയത്. ബീഹാറിലെ മിഥില മേഖലയിലാണ് മധുബനി കലയുടെ ഉത്ഭവം. കഴിഞ്ഞ ബീഹാർ സന്ദർശന വേളയിൽ സീതാരാമന് പത്മശ്രീ ദുലാരി ദേവി സമ്മാനിച്ചതാണ് ഈ സാരി. വടക്കേ ഇന്ത്യക്കാരുടെ സൂപ്പർ ഫുഡ് മഖാന വളർത്തുന്ന ബീഹാറിലെ കർഷകരെ സഹായിക്കാനാണ് മഖാന ബോർഡ് സ്ഥാപിക്കുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു. ഇന്ത്യയിലെ മൊത്തം താമരവിത്ത് ഉൽപാദനത്തിന്റെ 80% ബീഹാറിലെ കർഷകരുടേതുമാണ്. ഈ ബജറ്റിനെ ബീഹാർ ബജറ്റോ എന്നാണ് കോൺഗ്രസ് ചോദിച്ചത്. കേന്ദ്ര ബജറ്റാണോ അതോ ബീഹാർ സർക്കാരിന്റെ ബജറ്റാണോ ഇതെന്ന് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മനീഷ് തിവാരി പരിഹസിക്കുന്നുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ ബജറ്റ് പ്രസംഗത്തിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തിന്റെ പേര് നിങ്ങൾ കേട്ടതോ എന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിന് വാരിക്കോരി കൊടുത്തപ്പോൾ NDA മറ്റൊരു നെടുംതൂണായ ആന്ധ്രാപ്രദേശിനെ ഇത്ര ക്രൂരമായി അവഗണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശും ചോദിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ബീഹാറിനാണെങ്കിലും ആന്ധ്രാപ്രദേശിനാണെങ്കിലും 2024 ബജറ്റിൽ വലിയ പരിഗണന ലഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 2025 ഇക്കഴിഞ്ഞ ബജറ്റിലേക്ക് വരുമ്പോൾ ആന്ധ്രാപ്രദേശിനെ അവഗണിക്കുകയും ബീഹാറിനെ ചേർത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഡൽഹിയെയും മുറുകെ പിടിക്കുന്ന സമീപനം തന്നെയാണ് BJP ഉദ്ദേശിച്ചിട്ടുള്ളത്. കൃത്യമായി മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് വോട്ട് മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയുള്ള ബജറ്റ് അവതരണമായി തന്നെയാണ് വിലയിരുത്താൻ സാധിക്കുക. എന്നാൽ അതേസമയം കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാ ബജറ്റിലും കേരളത്തിനോട് അവഗണന തന്നെയായിരുന്നു എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, കഴിഞ്ഞ വലിയൊരു ദുരന്തം വയനാട്ടിൽ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുകയും വലിയ തരത്തിലുള്ള മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റുകയും ചെയ്തിരുന്നു. മാത്രമല്ല, അദ്ദേഹം കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും വൈറലാവുകയും എല്ലാം ചെയ്തിരുന്നു. ശേഷം വലിയ തരത്തിലുള്ള സഹായം വയനാടിന് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നാളെ ഇതുവരെയായിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് കൈയഴിഞ്ഞുള്ള സഹായം ലഭിച്ചില്ല എന്ന് കേരളം പലപ്പോഴായി പരാതിപ്പെടുന്ന സാഹചര്യവുമായിരുന്നു. പക്ഷേ ഈ ബജറ്റിലെങ്കിലും എന്തെങ്കിലും സഹായം കേരളത്തിനില്ല എങ്കിലും വയനാടിന്റെ പേരിലെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ അതുപോലും ഉണ്ടായില്ലെന്നതാണ് കേരളത്തിന്റെ ആശങ്ക. മാത്രമല്ല, കഴിഞ്ഞ 2024 ബജറ്റ് അവതരിക്കപ്പെട്ടപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി അന്ന് പാർലമെന്റിലുണ്ടായിരുന്നു. ആ ബജറ്റിൽ തങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്ന് കേരളത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജോൺ ബ്രിട്ടാസ് പറഞ്ഞ സാഹചര്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് അടുത്ത ബജറ്റിന് കേവലം 6 മാസങ്ങൾ മാത്രമാണുള്ളത്, അടുത്ത ബജറ്റിൽ കേരളത്തിന് കിട്ടുമെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ പോലും കേരളത്തിന്റെ പേര് എവിടെയും മിണ്ടിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിനായി പ്രത്യേകമായ പാക്കേജുകളോ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയെല്ലാം തിരസ്കരിക്കപ്പെടുന്ന ഒരു ബജറ്റ് അവതരണം കഴിയുമ്പോഴും സുരേന്ദ്രന്റെ വാദം കേരളത്തിന് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും നല്ല ബജറ്റാണ് എന്നതാണ്. അതായത് ഏറ്റവും നല്ല ഗുണഭോക്താവ് കേരളം തന്നെയാണ് എന്നതാണ് സുരേന്ദ്രന്റെ വാദം.
മാത്രമല്ല മറ്റൊരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യന്റെ വാക്കുകളാണെങ്കിൽ അത് വലിയ വിവാദത്തിലേക്കും എത്തിയിരിക്കുകയാണ്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കട്ടെ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അങ്ങനെ കേരളം പിന്നോക്കമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് എങ്കിൽ കേരളത്തിന് വലിയ തരത്തിലുള്ള സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കും എന്നതായിരുന്നു അദ്ദേഹം ഉയർത്തിയ പരാമർശം. എന്തുതന്നെയാണെങ്കിലും ബജറ്റ് അവതരണം എല്ലാം തന്നെ കഴിയുമ്പോഴും വലിയ തരത്തിലുള്ള ആദായ നികുതിയിൽ ഇളവെല്ലാം തന്നെ പ്രഖ്യാപിക്കുമ്പോഴും എല്ലാം മുന്നിൽ കാണുന്നത് തെരഞ്ഞെടുപ്പ് മാത്രമാണെന്നും ഇവയെല്ലാം തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് എന്ന് തന്നെയുമാണ് ബീഹാറിന്റെ കാര്യത്തിൽ വ്യക്തമാകുന്നത്.